ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ഏറെ പ്രിയം നിറഞ്ഞ പരിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന ഈ ഒരു പഠന സംരംഭത്തിലെ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സദാ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധിയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന, പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും കാതലായ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയെ, അതിൻ്റെ വിശദീകരണം പഠിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കൂടുതലായി നമ്മൾ പേടിക്കണം. അതോടൊപ്പം തന്നെ ഈ അറിയുന്ന ആയത്തുകൾ, പഠിച്ച ആയത്തുകൾ മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവണം. അത് നമ്മുടെ ഒരു അജണ്ടയിൽ എന്നും ഉണ്ടാവണമെന്ന് ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലും അതോടൊപ്പം വരാനിരിക്കുന്ന ഒരു ക്ലാസ്സിലും ഇതേ ആയത്താണ് നമ്മൾ വിശദീകരിക്കുക. കാരണം കുറച്ചല്പം ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരായത്താണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് മുൻഗാമികൾ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ തന്നെ വളരെ ഗൗരവമുള്ള ആയത്ത് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഈ ആയത്തിനെ പണ്ഡിതന്മാർ പറഞ്ഞത് ആയത്തുൽ കമാൽ എന്നാണ്, പൂർണ്ണതയുടെ ആയത്ത്. നോക്കൂ നിങ്ങൾ, പരിപൂർണതയുടെ, എല്ലാം ഉണ്ട് ഇതിലെന്നാണ്. ആയത്തുൽ കമാൽ എന്നാണ് ഇതിന് പണ്ഡിതന്മാർ പേര് പോലും കൊടുത്തിട്ടുള്ളത്. സുഫിയാനു സൗരിയെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നമസ്കരിക്കാൻ നിന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഉസ്താദിനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ സുഫിയാനു സൗരി റഹിമഹുല്ലയുടെ കൂടെ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം ഒരു മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയപ്പോൾ ശക്തമായി പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറേ സമയം അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം വീണ്ടും അദ്ദേഹം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ വീണ്ടും ആവർത്തിച്ച് ഓതാൻ വേണ്ടി തുടങ്ങിയെന്നാണ്. സഹോദരങ്ങളെ, ഇത് ഹിലിയയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു ചരിത്രമാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവത്തോടെയാണ് നമ്മുടെ മുൻഗാമികൾ ഈ ആയത്തിനെ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആയത്തിൻ്റെ ആശയം എത്ര ഗാംഭീര്യമുള്ളതാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് പലപ്പോഴും ഇതൊക്കെ നമ്മൾ ഓതിപ്പോവാറുള്ളത്. പലപ്പോഴും ഈ അടുത്തുപോലും ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ തറാവിഹ് നമസ്കാരങ്ങളിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ഇമാമുകൾ ഖുർആൻ ഓതിയപ്പോൾ ശക്തമായി കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അറബികളും ആ ആയത്ത് കേട്ട് കരയാൻ തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, എനിക്ക് കരച്ചിൽ വന്നില്ല. ഇവരൊക്കെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണല്ലോ കരയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായൊരു സങ്കടമുണ്ട് എന്നാണ്. കാരണം അവർക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയുമ്പോൾ അവർക്ക് അതിനെ ഓർത്ത് കരയാൻ മാത്രമുണ്ട് എന്ന് മനസ്സിലായി എന്നാണ്. സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അർത്ഥത്തെ അറിയുമ്പോഴാണ് അത് എത്രത്തോളം ഗാംഭീര്യമുള്ള ആയത്തുകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് എത്ര ഗൗരവമുള്ള ആയത്താണ് എന്ന് മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലയുടെ ഈ കരഞ്ഞ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുഴുവൻ മടങ്ങുന്നത് ഈ രണ്ട് കാര്യത്തിലേക്കാണ് എന്നാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാം മടങ്ങുന്നത് ഈ ആയത്തിലാണ് ഉള്ളത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും, ഹാതാനിൽ കലിമതാനി തജ്മആനി മആനിൽ കുതുബിൽ മുനസ്സല മിനസ്സമ. ആകാശലോകത്ത് നിന്ന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ മുഴുവൻ ആശയവും ഈ രണ്ട് കലിമത്തുകളിൽ, അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന രണ്ട് കലിമത്തുകളാണ് ഇതിലുള്ളത്. ഇസ്തിആനത്ത്, ഇബാദത്ത് എന്ന്
മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുകയാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് വായിക്കാൻ കഴിയും, അൽ ഫാത്തിഹ സിറുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ രഹസ്യമാണ്, ഒരു സിറാണ് ഫാത്തിഹ. എന്നാൽ ഫാത്തിഹയുടെ സിറാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ സിറ് ഫാത്തിഹയാണ്, എന്നാൽ ഫാത്തിഹയുടെ സിറോ അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ്. എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിനെ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് എന്നാണ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞതായി വായിക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ആകാശത്തിൽ നിന്ന് ഇറക്കി. ആ വേദഗ്രന്ഥങ്ങളുടെ എല്ലാം ആശയങ്ങളെ ഇഞ്ചീലിലും സബൂറിലും തൗറാത്തിലും അള്ളാഹു ഉൾക്കൊള്ളിച്ചു. ആ ഇഞ്ചീലിലും സബൂറിലും തൗറാത്തിലുമുള്ള ആശയങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതിനെയെല്ലാം സമ്മേളിപ്പിച്ചു, അതിനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആശയത്തെയും സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചു. സൂറത്തുൽ ഫാത്തിഹയിലെ മുഴുവൻ ആശയത്തെയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വാചകത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചു എന്ന് മഹാനായ താബിഈ വര്യൻ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു വാക്ക്, ഹാദ ഖുലാസത്തു ദഅവത്തുൽ അംബിയ, അംബിയാക്കളുടെ, നമ്മുടെ പ്രവാചകന്മാർ നടത്തിയ പ്രബോധനത്തിന്റെ ചുരുക്കമാണ് ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ്. കാരണം അംബിയാക്കൾ മുഴുവൻ നടത്തിയ ദഅവത്ത് എന്ന് വെച്ചാൽ എന്താ? ഒന്നാമത്തത് ഇയ്യാക നഅ്ബുദു എന്നതിലെ ബറാഅത്തു ഷിർക്കാൻ, ഷിർക്കിൽ നിന്നുള്ള മോചനം, അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിലൂടെ ഷിർക്കിൽ നിന്നുള്ള പരിപൂർണ മോചനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അംബിയാക്കളുടെ ദഅവത്തിന്റെ ആദ്യ പാർട്ട്. അവർ ഷിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. രണ്ടാമത് ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അത് തഹ്ഖീഖു തൗഹീദാണ്, തൗഹീദിനെ സാക്ഷാത്കരിക്കലാണ്. അംബിയാക്കളുടെ ദഅവത്തിന്റെ മറ്റൊരു പാർട്ട് തൗഹീദിൽ ജനങ്ങളെ ഉറപ്പിക്കലാണ്. ഷിർക്കിൽ നിന്ന് മോചിപ്പിച്ച് തൗഹീദിൽ ജനങ്ങളെ ഉറപ്പിക്കുക എന്നതാണ് മഹാന്മാരായ പ്രവാചകന്മാരഖിലവും നടത്തിയിട്ടുള്ള ഉത്തരവാദിത്തം. അപ്പൊ സഹോദരങ്ങളെ, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരെല്ലാവരും നടത്തിയ പ്രബോധനത്തിന്റെ ഒരു ഖുലാസത്ത്, ഒരു ചുരുക്കമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇയ്യാക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കും, വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായം തേടും. ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുകയാണ്, ഒരു അടിമക്ക് അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റബ്ബിനെ ആരാധിക്കണമെങ്കിൽ ആ റബ്ബ് നമ്മെ സഹായിക്കണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നമസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ ഓർക്കുവാൻ, നിനക്ക് നന്ദി ചെയ്യുവാൻ, നിന്റെ ഇബാദത്ത് നന്നാക്കുവാൻ, അഇന്നി, നീ എന്നെ സഹായിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിന് നന്ദി ചെയ്യുവാനും അള്ളാഹുവിന് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ആ നിലയിലും പ്രസക്തമായ ആയത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ശരിക്ക് അറബി ഭാഷയിൽ വരേണ്ട ഒരു രീതി ഇങ്ങനെയല്ല. നഅ്ബുദു ഇയ്യാക എന്നാണ്. മഫ്ഊലു ബിഹി അഥവാ മഫ്ഊലു ബിഹിയെ എന്തിനെയാണോ ആരാധിക്കുന്നത് ആ ആരാധിക്കപ്പെടുന്നതിനെ ആദ്യം ഇവിടേക്ക് കൊണ്ടുവന്നു. ഇയ്യാക എന്നത് ആദ്യത്തെ കൊണ്ടുവന്നു. നഅ്ബുദു എന്ന ഫിഅലിനെ അതേപോലെ അതിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി. പണ്ഡിതന്മാർ പറയുകയാണ് ഇങ്ങനെ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അറബിയുടെ ഭാഷാപ്രകാരം നഅ്ബുദു ഇയ്യാക എന്നാണ്. എന്നാൽ ഇയ്യാക നഅ്ബുദു എന്നാക്കിയത് ഹസ്റിന് വേണ്ടിയിട്ടാണെന്നാണ്, ക്ലിപ്തപ്പെടുത്താൻ.
ആരാധന റബ്ബിലേക്കല്ലാതെ മറ്റൊരാളിലേക്കുമില്ല എന്ന് ക്ലിപ്തപ്പെടുത്തുവാനാണ് ഇയ്യാക നഅ്ബുദു എന്നാക്കിയത് എന്ന് ഈ ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഇയ്യാക നസ്തഈൻ എന്നതും. അതേപോലെ തന്നെ ഇവിടെ 2 തവണ ശരിക്കും ഇയ്യാക നഅ്ബുദു വ നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ സഹായം തേടും എന്നർത്ഥം കിട്ടും. പക്ഷേ ഇയ്യാക എന്ന് 2 തവണ തക്രാർ ചെയ്തത്, ആവർത്തിച്ചത്, അത് കൂടുതൽ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ, വേറൊരാളോടും ഞങ്ങൾ സഹായം തേടില്ല, വേറൊരാളോടും ഞങ്ങൾ ആരാധന നടത്തില്ല. സുഹൃത്തുക്കളെ, ഇത്രത്തോളം സൂറത്തുൽ ഫാത്തിഹയിൽ വളരെ വ്യക്തമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് റബ്ബിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് റബ്ബിനോട് സഹായം തേടേണ്ടത് എന്ന്. അതുകൊണ്ട് ഇതിൻ്റെ ആശയം ഇനിയും നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാനുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കൂടുതലായി വിശദീകരിക്കാം. ഏതായാലും ഈ ആയത്ത് എത്രത്തോളം ശ്രേഷ്ഠത നിറഞ്ഞ, എത്രത്തോളം പ്രത്യേകതകളുള്ള, എത്രത്തോളം നമ്മുടെ മുൻഗാമികൾ ഗൗരവത്തിൽ കണ്ട ആയത്താണ് എന്നതാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ ഉൾക്കൊണ്ട്, ഇത് നമ്മുടെ പരലോകത്തെ തീരുമാനിക്കുന്ന ആയത്താണ്, ഇത് നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്ന ആയത്താണ്, ഇത് നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്ന ആയത്താണ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം തീരുമാനിക്കുന്ന ആയത്താണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടെ ഇതിനെ നമ്മൾ പഠിക്കണം. ആഴത്തിൽ ഈ ആയത്ത് നമ്മൾ വിശദമായി നമ്മൾ ഇതിനെ പഠിക്കണം, അടുത്തറിയണം. എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് കൃത്യമായി നമ്മൾ അന്വേഷിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ മുൻഗാമികൾ എങ്ങനെയാണോ വിശദീകരിച്ചത്, നമ്മുടെ സ്വഹാബത്തും നമ്മുടെ സലഫുകളും എങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കിയത്, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ വിശദീകരണം നമുക്ക് പഠിക്കാം. വല്ലാഹു അലം ബിസ്സവാബ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.